നിന്നോടാ ചോദിച്ചത് ആരെയെ നീ അച്ഛനെ അച്ഛാന്ന് വിളിച്ചതെന്ന്. അത് പിന്നെ ഇവിടെ ഇടയ്ക്ക് വരാറുള്ള ഫാദർ വിൻസെൻ്റ്. കൊച്ചുമഠത്തിലിനെ പെട്ടെന്ന് ഉള്ളിൽ തോന്നിയത് ഫാദറിൻ്റെ പേര് പറയാനാണ്. അയാളല്ലേ അപ്പോൾ താഴെ വന്നിരിക്കുന്നത്. പിന്നെ ഇനി നിന്നെ ഫോണിൽ വിളിക്കേണ്ട ആവശ്യമെന്താ അയാൾക്ക്? എന്തായാലും നീ താഴേക്ക് വാ. പിന്നെ അധിക നേരം ഒന്നും സംസാരിക്കാൻ പോകണ്ട കേട്ടല്ലോ. ശരി അമ്മേ. ഈശ്വര, അമ്മ ഫാദറിനോട് വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമോ? പേടിയോടെയാണ് വാസുകി അമ്മക്ക് പിന്നാലെ താഴേക്കു ചെന്നത്. മോള് കിടക്കുകയായിരുന്നു, അതാ താമസിച്ചത്. ഫാദറിന് മുഷിച്ചിൽ ഒന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഇല്ല. ഇപ്പോൾ എങ്ങനെയുണ്ട് അശ്വതി? സുഖം. കർത്താവ് അനുഗ്രഹിച്ചു, എന്നും സുഖമായിരിക്കട്ടെ. എനിക്ക് അശ്വതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സുഭദ്ര പൊക്കോളൂ, ഞാൻ വിളിക്കാം. മനസ്സിലാ മനസ്സോടെ സുഭദ്ര അവിടെ നിന്ന് മാറി നിന്നു. എന്തോ വലിയ ഭാരമുണ്ടല്ലോ അശ്വതിയുടെ ഉള്ളിൽ. ഉണ്ടോ ഫാദർ? പക്ഷേ വാസുകി നിർത്തി ചുറ്റും കണ്ണോടിച്ചു. അവൾ ആരെയോ ഭയപ്പെടുന്നുണ്ടെന്ന് ഫാദറിന് മനസ്സിലായി. പേടിക്കേണ്ട, ഇപ്പോൾ ഇങ്ങോട്ട് ആരും വരില്ല. അശ്വതിക്ക് എന്താണെങ്കിലും എന്നോട് പറയാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയില്ലെന്ന് ഫാദർ എനിക്ക് ഉറപ്പ് തരണം. അശ്വതിക്ക് എന്നെ വിശ്വസിക്കാം. കർത്താവിൻ്റെ ദാസനാണ് ഞാൻ. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ചതിക്കില്ല. ആദ്യം ഈ അശ്വതി എന്നുള്ള വിളി നമുക്ക് ഒഴിവാക്കാം ഫാദർ. ഞാൻ അശ്വതിയല്ല, വാസുകിയാണ്. എൻ്റെ ചേച്ചിയാണ് മനുവിൻ്റെ ഭാര്യ അശ്വതി. ഇല്ല കുട്ടി, നിനക്ക് എന്നോട് പറയാനുള്ള കഥകൾ തന്നെയാണ് എൻ്റെ ഉള്ളിലും ഉള്ളത്. എല്ലാം അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാണ് നീ പിന്നെയും ഇവിടെ തന്നെ നിൽക്കുന്നത്? കൊല്ലാൻ. എൻ്റെ കുടുംബമില്ലാതാക്കിയ അമ്മയെയും മകനെയും നരകിപ്പിച്ച് കൊല്ലണം എനിക്ക്. പാപികൾക്ക് ശിക്ഷ നരകത്തിൽ അല്ലേ? എൻ്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണെന്നറിയോ ഫാദറിന്? ഭ്രാന്താശുപത്രിയിൽ. പിറ്റേന്നാൾ വിഷം കഴിച്ചുവെന്ന വാർത്തയാണ് ഞാൻ കേട്ടത്. ഫാദറിനറിയോ അവളുടെ കുഞ്ഞിന് അന്ന് 90 കഴിഞ്ഞിട്ടില്ല. അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ പോയ സങ്കടത്തിൽ അമ്മയും പോയപ്പോൾ ഞാനും അച്ഛനും തനിച്ചായി. അവളുടെ മരണത്തെ ചോദ്യം ചെയ്ത് എന്നോട് എൻ്റെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞു, അയാളാണ് അവൾക്ക് വിഷം കൊടുത്തതെന്ന്. എല്ലാം അവളുടെ പേരുള്ള സ്വത്തിന് വേണ്ടി. തെളിവ് സഹിതം ഞാൻ അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെയും ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ ചേച്ചിയുടെ പേരുള്ള സ്വത്തുക്കൾ അവൾ എൻ്റെ പേരിൽ എഴുതി വെച്ച കാര്യം അയാൾ പിന്നീടാണ് അറിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഫാദർ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എനിക്കും അച്ഛനെ പോലെ ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ അയാളുടെ ശ്രമം. അപ്പോൾ ഭർത്താവ് എന്ന നിലയിൽ എല്ലാ സ്വത്തുക്കളുടെയും മേൽനോട്ടാവകാശം അയാൾക്ക് കിട്ടും. പിന്നെ ഞാനും ഇല്ലാതായാൽ. വാസുകി ഒന്ന് നിർത്തി. പക്ഷെ അതിന് ഞാൻ അനുവദിക്കില്ല ഫാദർ. ഞാൻ തീരും മുമ്പേ മനുവും അമ്മയും തീർന്നിരിക്കും. കൊല്ലും ഞാൻ രണ്ടിനെയും. അവൻ ഫാദറിനൊപ്പം തന്നെ കഴിയട്ടെ, ഒരനാഥനായി. ഒക്കെ അവസാനിപ്പിച്ചു കഴിയുമ്പോൾ ജീവനോടുണ്ടെങ്കിൽ വാസുകി വരും അവനെ കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ എല്ലാം തിരിച്ചറിയാവുന്ന പ്രായത്തിൽ ഫാദർ അവന് പറഞ്ഞു കൊടുക്കണം അവൻ്റെ കുടുംബത്തിന് സംഭവിച്ച ദുരന്ത കഥ. അവൻ്റെ ചെറിയമ്മവരുടെ പക തീർത്തത് എങ്ങനെയാണെന്നും. അവളിൽ നിന്നും അങ്ങനൊരു മറുപടി ഫാദർ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും സുഭദ്ര അങ്ങോട്ട് വന്നു. എന്താ ഫാദർ? മോളെന്ന് പറഞ്ഞു. ഓ, എന്തു പറയാൻ? പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മോളെ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഫാദർ. അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി പഴയതൊക്കെ ഓർമ്മിപ്പിച്ചു അവൾ പിന്നെയും ഭ്രാന്തയാകരുത്. അവർ വാസുകിയുടെ കൈപിടിച്ചു. എൻ്റെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ട് കുറച്ചേ ആയുള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അശ്വതി ഇടക്കം വെള്ളത്തിലേക്കൊക്കെ വരും. ഇപ്പോഴത്തെ മാനസികാവസ്ഥക്ക് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. ഫാദർ കുഞ്ഞിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വാസുക്ക് മനസ്സിലായി. ആ, ആഴ്ചത്തോറും വന്നു പോകുന്നതും പോരാ, ഇനി അങ്ങോട്ട് കൂടി ചെല്ലണമെന്ന്. എന്താടി, നിന്നെ പിടിച്ചു വല്ല കന്യാസ്ത്രീയാക്കാനാണോ അങ്ങേരുടെ പുറപ്പാട്? അയ്യോ, അമ്മക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ നിങ്ങളെ വിട്ട് ഇടക്കും പോവില്ല എൻ്റെ അമ്മ. ഇതല്ലേ എൻ്റെ സ്വർഗം. അവൾ സുഭദ്രയുടെ താടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും നിങ്ങളുടെ നരകവും. ഇപ്പോൾ പലപ്പോഴും താൻ നിലവിട്ട് പെരുമാറുന്നെന്ന് സുഭദ്രക്ക് മനസ്സിലായി. ഇവൾക്ക് അങ്ങനെ സംശയം തോന്നിയാൽ തീർന്നു. അവർ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ പതുക്കെ അടുത്ത് ചെന്ന് കൈപിടിച്ചു. വാസുകിയുടെ പൊള്ളിയ കയ്യിലാണ് അവർ പിടിച്ചത്. മനു അവിടേക്ക് വരുന്നത് കണ്ട വാസുകി പെട്ടെന്ന് കൈവലിച്ചു. ആ അമ്മേ. കരച്ചിൽ കേട്ട് മനു അവരുടെ അടുത്തേക്ക് ഓടി വന്നു. എന്താ അശ്വതി, എന്താ പറ്റി? ഒന്നുമില്ല ഏട്ടാ, അമ്മ പൊളയിൽ പിടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചു, അത്രേ ഉള്ളൂ. മനു അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്ത് പണിയായി കാണിച്ചത്? സാരമില്ല ഏട്ടാ, അമ്മക്ക് ഞാനും ഫാദറും തമ്മിൽ സംസാരിച്ച് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ആ ദേഷ്യത്തിന് വന്ന് പിടിച്ചതാ. പൊള്ളലിൻ്റെ കാര്യം ഓർത്തിട്ടുണ്ടാവില്ല. നീ പോയി മരുന്ന് പുരട്ടാൻ നോക്ക് അശ്വതി. അവൾ കയറിയപ്പോയ ഉടനെ മനു അമ്മക്ക് നേരെ തിരിഞ്ഞു. അമ്മ പിന്നെയും അവളുടെ ദേഷ്യം കാണിക്കാൻ തുടങ്ങിയല്ലേ? എടാ മോനെ, അത് പിന്നെ ആ ഫാദറും അവളും കൂടി കുശുകുശുക്കാൻ തുടങ്ങിയിട്ടും എത്ര നേരമായെന്നറിയുമോ? ഞാൻ വന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറയാ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന്.
പോരാത്തതിന് പോകാൻ നേരം അവളുടെ മഠത്തിലേക്കൊക്കെ ഒന്ന് ചെല്ലാൻ ഒരു ക്ഷണവും ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നത് പോരാഞ്ഞ് ഇനി അവളെ കൊണ്ട് പയതെല്ലാം കുത്തിപ്പൊക്കാനും നോക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അങ്ങേർക്ക്? ഒക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആ ദേഷ്യം മുഴുവൻ അവളിൽ തീർത്തു അല്ലേ. ഞാൻ പറഞ്ഞതല്ല അമ്മയോട് അവളുടെ സ്നേഹത്തോടെ പെരുമാണെന്ന്. അതിന് ഞാൻ അവളെ ഒന്നും ചെയ്തില്ലടാ. പിന്നെ കയ്യിൽ പിടിച്ച് ഞെക്കിയത് എന്തു കാര്യത്തിന്? എൻ്റെ ഭഗവതി, ഈ ചെക്കനെ ഞാൻ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതൊക്കെ അവളുടെ അടവാ, നമ്മളെ തെറ്റിക്കാൻ. അവളെന്തിനാ അമ്മേ നമ്മളെ തെറ്റിക്കുന്നു? അവൾക്ക് വാസുകിയുടെ മനസ്സായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് ന്യായമുണ്ടായിരുന്നു. പക്ഷെ ഭൂതകാലം ഒന്നും അവൾക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ എന്തർത്ഥത്തിൽ അവൾ നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നത് അമ്മ പറയുന്നു? അതിന് വ്യക്തമായൊരു മറുപടി ഇല്ലായിരുന്നു സുഭദ്രക്ക്. ഓ, നിനക്കെന്താ ഇപ്പോൾ അവളോടൊരു സഹതാപമൊക്കെ? അവളുടെ തൊലിവെളുപ്പിൽ വീണു പോയോ എൻ്റെ മോൻ? ഇല്ല അമ്മേ. അമ്മയെ കാണിക്കുന്ന ദേഷ്യമൊക്കെ അവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് അവൾ കരുതും. അങ്ങനെ ആയാൽ നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. ദേഷ്യം വരുമ്പോൾ അമ്മ പഴയ കാര്യം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതോടെ തീരുമല്ലോ. അതുകൊണ്ട് അമ്മ സ്വയം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. ഓ, ഇപ്പോൾ ഞാനായി കുറ്റക്കാരി. ആ ഫാദർ ഒന്ന് എന്താ അവളോട് ഓതി കൊടുത്തേക്കുന്നതെന്ന് ആർക്കറിയാം? അയാൾക്കാണെങ്കിൽ നമ്മുടെ കുടുംബ ചരിത്രം മൊത്തം അറിയുകയും ചെയ്യാം. അതിന് അയാൾക്ക് എന്തെന്നറിയാം? ആരോരുമില്ലാത്ത ഓർമ്മ നഷ്ടപ്പെട്ട ഭാര്യയുടെ അനിയത്തിയെ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇരുകൈയും നീട്ടി സ്വീകരിച്ച വലിയ മനസ്സിനുടമയാണ് അയാൾക്ക് മുന്നിൽ ഈ മനു. അതിനപ്പുറം ഒന്നും മനുവിനെ കുറിച്ച് ആർക്കും അറിയില്ല. എന്തായാലും ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ചു വരാം. റൂമിൽ പൊള്ളലിന് മരുന്ന് പുരട്ടിയിരിക്കുകയായിരുന്നു വാസുകി. വേദനിച്ച അശ്വതി, നിനക്ക്? സാരമില്ല മനുവേട്ട, അമ്മക്ക് ഞാൻ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകാമെന്ന് പേടിയുണ്ട്. അതുകൊണ്ടാ ഈ പേടിയും എപ്രാളവുമൊക്കെ. എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. താൻ പറയാൻ വന്നതെല്ലാം വാസുകിയുടെ വായിൽ നിന്ന് കേട്ടതോടെ മനുവിന് ആശ്വാസമായി. ഭാഗ്യം, അവൾക്ക് സംശയമൊന്നുമില്ല. മുമ്പ് നിനക്ക് ഭ്രാന്തായിരുന്നില്ല വാസുകി. ഓർമ്മക്കുറവ്. ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ നീ അങ്ങ് മറന്നു. ഒപ്പം നിന്റെ ജീവിതത്തിൽ വില്ലനായ എന്നെയും. അത്രയേ ഉള്ളൂ. മനുവായിട്ട് ആലോചിക്കുന്നത് വാസുകിയുടെ വിളി മനുവിൻ്റെ ചിന്തകളിൽ നിന്ന് നിർത്തി. ഒന്നുമില്ല, ഞാൻ പോയി നിനക്ക് കൊടുക്കാൻ എന്തെങ്കിലും എടുത്തു വരാം. മനോദരത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. താടക്ക കയ്യും കൊടുത്ത് മുഖം ഉറപ്പിച്ചിരിക്കുകയെന്ന് സുഭദ്ര. അമ്മ പേടിക്കും പോലെ ഒന്നുമില്ല. അവളുടെ അമ്മക്ക് സ്നേഹം മാത്രമേ ഉള്ളെന്നും അവൾ നിന്നെയും പഴയ പോലെ ഭ്രാന്തിയാവുന്നുള്ള പേടി കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയാനാണ് ഞാൻ ചെന്നത്. അപ്പോൾ ദേ അവളതൊക്കെ എന്നോട് പറയുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയുടെ സംശയമൊക്കെ മാറിയില്ലേ? പക്ഷെ സുഭദ്രക്ക് സംശയം വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മേ, അവൾക്ക് പഴയ കാലം ഒന്നും ഓർമ്മയില്ലെന്ന് നമുക്കറിയില്ലേ? ഇനി അതൊക്കെ ഓർമ്മ വന്നാൽ തന്നെ അവൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. അശ്വതിയല്ല വാസുകി, അവൾ തീയാണ്. സർവത്ര ചുട്ടുകരിക്കാൻ പോകുന്ന തീ. അത് ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടതാണെന്ന്. പക്ഷെ അത് തല്ലിക്കെടുത്താൻ ഒരു നിമിഷം പോലും വേണ്ടായിരുന്നു ഈ മനുവിന്. ഒറ്റത്തള്ളു. തല പൊട്ടി ചോര വാർന്നവൾ കിടന്നത് എൻ്റെ മുന്നിലാണ്. അപ്പോഴും ആ കണ്ണുകളിലെ തീ എനിക്ക് കാണാമായിരുന്നു. ഇത് പക്ഷേ ഒരു പാവം പെണ്ണ്, ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നൊരു സാധു. അവളെ അമ്മ പേടിക്കണ്ട. പക്ഷെ മോനെ, അവളെ ഇങ്ങനെ സ്നേഹിച്ചു ഭാര്യയായി കൊണ്ട് നടക്കാനാണോ നിന്റെ പുറപ്പാട്? കുറച്ചുനാൾ പിന്നെ അവൾക്ക് വേണ്ടി ഡോക്ടർ താനൂറിൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവിടെയാകും അവൾ. അതോടെ സകല സ്വത്തിൻ്റെയും അവകാശം ഞാനാകും. ഭ്രാന്താശുപത്രിയിലെ നരക ജീവിതത്തിൽ നിന്ന് പിന്നെ സുഖമായ മരണത്തിലേക്ക് യാത്രയാകും എൻ്റെ പ്രിയതമ. വാതിലുകൾ പടുക്കപ്പുറം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വാസുകിയെ. അപ്പോഴാണ് സുഭദ്ര കാണുന്നത്.